ഇവിടെ ഞാൻ വീണ് കഴിഞ്ഞാൽ എന്നെ തള്ളിക്കളയോട്ടാ. അത് മാത്രമല്ല, ഇന്നത്തെ വലയിൽ നമുക്ക് കുറേ ടൈഗർ ചെമ്മീനും ഫ്ലവർ ചെമ്മീനും കിട്ടിയിരുന്നു. അത് വെച്ച് നല്ല അടിപൊളി ഫുഡാണ് നമ്മളിന്ന് ഉണ്ടാക്കണത്. നമ്മുടെ ബോട്ട് വലിക്കണ കൊച്ചി ഭാഗത്തായതിൻ്റെ പേരിൽ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഇഷ്ടംപോലെ കപ്പലുകൾ കാണുന്നുണ്ട്. ഇത് നോക്കി, ഇഷ്ടംപോലെ കപ്പലുകൾ, 3-4 കപ്പലുകളുണ്ട് കേട്ടോ നമ്മൾ വലിക്കണതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട്. കൂടുതലും ഇവിടെ ഉള്ളത് ഓയിൽ ടാങ്കറുകളാണെന്നുണ്ട്. 3-4 ദിവസത്തോളമായിട്ട് ഈ ഷിപ്പൊക്കെ ഇതുപോലെ ഇങ്ങനെ കിടക്കണത്. ഇനിയിപ്പോൾ പോർട്ട് സൈഡിൽ നിന്ന് കൺഫർമേഷൻ കിട്ടാത്തതുകൊണ്ടാണ്, അതല്ല ഇനി കടലിൻ്റെ അടിയിലൂടെ ഓസിലൂടെ ഓയിൽ കരയിലേക്ക് എത്തിക്കേണ്ടതെന്ന് നമുക്കറിയില്ല. കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നത് നല്ലത്. നമുക്കിതിലെ കാര്യം നോക്കാം. രാത്രിയിലത്തേക്കുള്ള നമ്മുടെ വലയിൽ കിട്ടിയ 2 ചൂരി ഉണ്ടായിരുന്നു. ആ ചൂരെടുത്ത് രാത്രിയിലത്തേക്ക് നല്ല ഗോതമ്പ് പുട്ടും അതുപോലെ മീൻകറിയും പിന്നെ ഒരു വെജിറ്റബിൾ കറിയും ചോറും എല്ലാം ഉണ്ടാവട്ടെ. വൈകുന്നേരത്തെ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. ബേക്കറി സാധനങ്ങളൊക്കെ അറിയുന്നവരും വാങ്ങും. പിന്നെ മുട്ട പുഴുങ്ങിയതുണ്ടാവുമല്ലോ, അതെല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ അതും കഴിക്കും. പിന്നെ നമ്മുടെ ഈ ബിസ്ക്കറ്റ് അതുപോലെ ഈ കേക്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കോഴിമുട്ട നല്ല അടിപൊളി പ്രോട്ടീനല്ലേ, ആരോഗ്യത്തിന് നല്ലതല്ലേ. പിന്നെ കടലിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേക വിശപ്പായിരിക്കണം നമുക്ക് കരയിലിരിക്കണതിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത്. അങ്ങനെ ഒരു 7:30-8 മണിയായപ്പോഴേക്കും നമ്മൾ അവസാനത്തെ വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ രാത്രിയിലത്തെ വല പിടിക്കുന്ന സമയമായപ്പോഴേക്കും കാറ്റ് ചെറുതായിട്ട് ഇങ്ങനെ വീശിക്കൊണ്ട് വന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലായിട്ട് ഇടിമിന്നലും ഇങ്ങനെ കാണുന്നുണ്ട്. രാത്രി മിക്കവാറും മഴ തകർക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. വല പിടിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും കൂടി. വല പിടിക്കാൻ നേരത്ത് വലയുടെ ഒരു ചെറിയ ചെറിയ കണ്ണികളുണ്ടല്ലോ, അതിലുണ്ടാവണം മെയിനായിട്ടുള്ള സാധനം കൊണ്ട് ഈ കാണുന്നത് നമ്മുടെ കിനാവള്ളി. ആദ്യം ബോട്ടിലേക്ക് വന്ന അതിഥികൾ ഇവന്മാരാണ്. പിന്നെ ചില മീനുകളും കുടുങ്ങിയിരിക്കുന്നുണ്ടാവും. ഇതേ കോടൻ്റ് കയറി വന്നിട്ട് കോടൻ്റ് കയറി വന്നിട്ട് പൊട്ടിച്ചിട്ടിട്ട് എന്തൊക്കെ മീനാണ് വലയിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ അവസാനത്തെ വലയുണ്ട് ഇന്നത്തെ. ഇനി നാളെ രാവിലെ ഇടുള്ളൂ. ഈ പ്രാവശ്യം വല പൊട്ടിച്ചപ്പോൾ കിട്ടിയത് അങ്ങും എങ്ങും എത്താത്തൊരു ചരക്കാണ്ട. അതായത് CD മുള്ളന് ഇഷ്ടം പോലെയുണ്ട്, അയില കുറച്ചുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള മീനുകൾ അങ്ങനെ വലുതായിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ ഈ മൂങ്ങില്ലേ, പൊത്തൽ കടൽ മാക്രി എന്നൊക്കെ പറയണ മീനുണ്ട്, മൂങ്ങ. പിന്നെ ചെറിയ രീതിയിൽ സ്ക്വിഡ് ഉണ്ട്. പിന്നെ നമ്മുടെ നെത്തോലി ഉണ്ട്, ചൂടിയുണ്ട്. അങ്ങനെ പല പല വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. മീനെല്ലാം തിരിഞ്ഞ് നേരെ സ്റ്റോറിലേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. രാത്രിയിലത്തെ ഫുഡ് ഓരോ ബോട്ടിലും ഓരോ രീതിയിലാണ്. ചില ബോട്ടുകളിൽ ചപ്പാത്തി വെക്കാറുണ്ട്. നമ്മുടെ ബോട്ടിൽ ഗോതമ്പിൻ്റെ പുട്ടും പരിപ്പും മീൻകറിയും അതുപോലെ ചോറ് വേണ്ട ആൾക്കാർക്ക് ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടും ചൂരക്കറി. പരിപ്പെടുത്തില്ലേ? പരിപ്പെടുത്തില്ല, ചൂറിക്കറിക്കാൻ പരിപ്പ് തിന്നാൻ ഭക്ഷണം എല്ലാം കഴിച്ച് ആങ്കർ ഇട്ട് ദേ മിന്നൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കടലിൽ. രാത്രി മഴ ഉണ്ടാവുമെന്നറിയില്ല. നല്ല കാറ്റുണ്ട്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു തോന്നുന്നു അവിടെ കണ്ടു. ഇത് നോക്കി, ഇതിനുണ്ടോട്ടാ. അല്ലാത്തപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കുള്ളൂ. ഉച്ചക്കൊന്നും രക്ഷയില്ല. കാറ്റില്ലാത്ത സമയത്ത് നമുക്ക് ബോട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ. അതെ, മഴ പെയ്യണുണ്ട് അങ്ങിങ്ങോ, അതുകൊണ്ട് നല്ല ഇടിവെട്ടുണ്ട്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ബോട്ടിൻ്റെ അണിയത്ത് വന്ന് നിൽക്കുകയാണ്. കണ്ട കാറ്റിൻ്റെ ഇതിൽ കൊടി പറക്കണം നോക്കി. കരയിൽ മിന്നലടിക്കണ വെച്ച് നോക്കാൻ നേരത്ത് കടലിലടിക്കണതിന് പവർ കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഉപ്പിൻ്റെ അളവ് പീക്ക് കറണ്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നോക്കി, ബോട്ടിൻ്റെ ജനലുകളെല്ലാം തുറന്നിട്ടൊക്കെയുണ്ട. ഈ ഒരു വ്യൂ കണ്ട് കിടക്കാനായിട്ട് അടിപൊളിയാണ്ട. കുന്നച്ചൻ ചേട്ടൻ ഇവിടെ ഫോണിൽ നരസിംഹം സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നത്. ചില സമയങ്ങളിൽ മിന്നൽ കടലിലടിക്കാൻ നേരത്ത് വെള്ളത്തിൽ മുട്ടും. അങ്ങനെ മുട്ടുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അടിയിലേക്ക് പോകത്തില്ല, ആ ഒരു മുകളിൽ തന്നെ സ്പ്രെഡായി പോകും. ചുറ്റുവട്ടത്ത് വല്ല മീനുകളൊക്കെ ഉണ്ടെങ്കിൽ ചത്തുപോട്ടെ. ഇത്രയും വലിയ ഫിഷിംഗ് ബോട്ടുകൾക്ക് എന്തുകൊണ്ട് മിന്നലടിക്കാനുള്ള? ശരിക്കും പറഞ്ഞാൽ ചില ബോട്ടുകൾക്ക് ബോട്ടിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു എയർ ടെർമിനൽ ഉണ്ടാവും. ബോട്ടിൻ്റെ ഗ്രൗണ്ടിലായിട്ട് അടിയിലായിട്ട് ഒരു ഗ്രൗണ്ട് പ്ലേറ്റ് ഉണ്ടാവും. ഇതിനെ രണ്ടിനെയും കൂടി യോജിപ്പിക്കാനായിട്ട് ഒരു കണ്ടക്ടർ ഉണ്ടാവും, ഒരു ഇരുമ്പിൻ്റെ ഒരു റോഡ്. അപ്പോൾ ഈ മിന്നലടിക്കാൻ നേരത്ത് നമ്മുടെ ബോട്ടിൻ്റെ ആ ഒരു എയർ ടെർമിനൽ വഴി വലിച്ചെടുത്തിട്ട് ഈ റോഡിലൂടെ ഗ്രൗണ്ട് പ്ലേറ്റ് വഴി വെള്ളത്തിലേക്ക് കളയാണ് ചെയ്യുന്നത്. ഇതുമൂലം നമ്മുടെ ബോട്ടിലെ എക്യുപ്മെൻസും അതുപോലെ ആളുകളെല്ലാം സേഫ് ആയിരിക്കും. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് കിട്ടിയൊരു അറിവാണ് ഞാനിവിടെ പങ്കുവെച്ചത്. മിന്നലിലെ ചിത്രപ്പണികളെല്ലാം കണ്ട് നേരെ കിടന്നുറങ്ങി. 5 മണിയായപ്പോൾ എണീറ്റപ്പോൾ വലിയ കാറ്റും കാര്യങ്ങളൊന്നുമില്ല, മഴയും ഇല്ലണ്ട. രാത്രിയിലെ കാറ്റ് കണ്ടപ്പോൾ തകർക്കുമെന്നാണ് വിചാരിച്ചത്. രാവിലെ വലിയ വിഷയമൊന്നുമില്ല, മൂടിക്കെട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഴ ഇനി പെയ്യോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ.
അങ്ങനത്തെ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഏകദേശം 5:30-6 മണിയാകുമ്പോഴേക്കും വല ഇട്ടാണ്. ഇനി ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മൾ ആദ്യത്തെ വല എടുക്കോട്ടെ. രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ചൂര ഇന്നലത്തെ ചൂരല്ലട്ടാ, 5 ചൂര നമുക്ക് മൊത്തം കിട്ടിയിരുന്നു. അതിൽ 2 ഇന്നലെ എടുത്ത്, 3 ഇന്ന് രാവിലെ നമ്മൾ കറിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറും അതുപോലെ ചൂരക്കറിയുമാണ് നമ്മുടെ ബോട്ടിനകത്ത്. രാവിലെ ഒരു 6:30-6:45 ആയപ്പോഴേക്കും രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് നോക്കി കുറച്ച് ചോറെടുത്തുള്ളൂ. അതുപോലെ ഈ ബോട്ടിൻ്റെ അണിയത്ത് മഴക്കാരൊക്കെ ഉള്ളപ്പോൾ ഒന്നിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള വേറൊരു ലെവൽ തന്നെയുണ്ട്. രാവിലെ 8 മണിയായപ്പോഴേക്കും നമ്മൾ വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. ഒന്ന് കണ്ടേച്ചും വരെ വല പിടിക്കണത്. ആദ്യം തന്നെ നമ്മൾ ഇറക്കിയ വയർ റോപ്പ് വീഞ്ചിൽ കയറ്റിക്കൊണ്ടിരിക്കണതാണ് ഈ കാണുന്നേട്ടാ. വയർ റോപ്പ് തീരുന്നിടത്ത് ബോർഡ് കയറി വരും കേട്ടോ. ബോർഡിൻ്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലനത്താത്താനും അതുപോലെ ഈ ബോർഡ് മണ്ണിൽ ഇങ്ങനെ മുട്ടി വരാൻ നേരത്ത് അവിടെ ഒരു ഭൂകമ്പം പോലെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടും. മീനുകൾ കണ്ണ് കാണാണ്ട് എങ്ങോട്ട് ഓടണമെന്ന് അറിയാണ്ട് നേരെ ഓടിക്കയറുന്ന വലയുടെ ഉള്ളിലേക്കായിരിക്കും ഉള്ളത്. അപ്പോൾ ഈ ബോർഡ് കയറി വന്നു കഴിഞ്ഞാൽ ബോർഡ് നമ്മുടെ ഗ്യാൽ ഹൗസിൽ ഇതുപോലെ റോപ്പിന് കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്നത് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാക്കളും അതുപോലെ സി എല്ലാം മാറ്റിയിട്ട് നേരെ സി റോപ്പിൻ്റെ കണക്ഷനിലേക്ക് കൊടുത്തിട്ട് സി റോപ്പാണ്ട പിന്നെ വീഞ്ചിലെടുക്കണത്. ഒട്ടുമിക്ക ബോട്ടുകളിലും വീഞ്ചിൻ്റെ ലിവർ തന്നെ എൻജിൻ ബെറ്റർ റൈറ്റ് സൈഡിലായിട്ടായിരിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ബോട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ ഹൗസിൻ്റെ ഉള്ളിലുണ്ട വീഞ്ചിൻ്റെ ലിവർ തന്നെ. അത് കൺട്രോൾ ചെയ്യണത് നമ്മുടെ സ്ട്രാങ്ക് തന്നെയാണ്. അപ്പോൾ ഈ ബോട്ടിൽ മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടിട്ടുള്ളൂ. മറ്റുള്ള ബോട്ടുകളിലൊക്കെ എൻജിൻ ബെറ്റർ സൈഡിൽ തന്നെയാണ് തന്നെ. എന്തായാലും അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. എപ്പോഴും എടുത്ത് കാണിക്കണമെന്ന് ഞാൻ ചിന്തിക്കും, പക്ഷേ വിട്ടുപോകാൻ കാര്യം വീഞ്ചിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡീപ് സീ വെസലിലൊക്കെ കാണുന്ന പോലെ വല അങ്ങനെ പാടി തന്നെ വലിച്ച് കയറ്റത്തൊന്നുമില്ല കേട്ടോ. അതെ, ഈ റോപ്പ് വരെയും കയറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ വലനെ ഈ ഗ്യാൽ ഹൗസിൻ്റെ കൈ വരെയും കൊണ്ടുവന്ന് എത്തിക്കും നമ്മുടെ വീഞ്ചിനകത്ത്. അതിനുശേഷം പിന്നെ നമ്മൾ വേണം കൈക്ക് വലിച്ച് വല കയറ്റാനായിട്ട് ബോട്ടിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ കോടൻ്റെ നമ്മൾ പുള്ളിയിൽ വലിച്ചിങ്ങനെ കയറ്റോട്ടെ. അതെ, ഇത്രയും വരെയാണ് നമ്മൾ വീഞ്ചിലെടുക്കണേ കേട്ടോ. മിസൈൽ വന്ന വരെ നമ്മൾ വീഞ്ചിലെടുക്കും. മിസൈൽ വന്നു കഴിഞ്ഞാൽ മിസൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ ആ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതെ ഈ വല കൈക്ക് വലിച്ച് നമ്മൾ കയറ്റുകയാണ് ചെയ്യണത്. ഇപ്പം നമ്മൾ ഇട്ടേക്കണ വലയുടെ പേര് ബാഹുബലി വല എന്ന് പറയൂട്ടാ. ഫ്രം മംഗലാപുരം ഉണ്ട്. അതുപോലെ ഗുജറാത്തി വല, അങ്ങനെ പല വെറൈറ്റി വലകളുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഈ വലയുടെയൊക്കെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്താവട്ടെ. ഇതിൻ്റെ വലപ്പണിയെല്ലാം കഴിഞ്ഞ് ലെഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വല പൊട്ടിച്ചപ്പോൾ കിട്ടിയ മീനാണ്ടി കാണാതെ നെയ്മീൻ, അറക്ക, ചെമ്പാൻ എന്നൊക്കെ പറയണമെന്ന്. ആ നെയ്മീൻ്റെ ചെറുതാണ്ട്. അതുപോലെ ഒരു മാച്ചാൻ കിടക്കുന്നുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളതുണ്ട്. പിന്നെ അയിലുണ്ട്, വറ്റിയുണ്ട്, സ്ക്വിഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ഈ ചൂടാന്ന് പറയുന്ന മീനില്ല അതുണ്ട്. പിന്നെ മെയിൻ സാധനം ടൈഗർ കയറിയിട്ടുണ്ട്. ടൈഗർ എനിക്ക് തോന്നുന്നു ഒരു കൊട്ടോളം ടൈഗർ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ നമ്മുടെ ഈ വലയിനകത്ത്. മുന്നത്തേലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നോക്കി ഇത്രയും അടുത്ത് കണ്ട. അത്യാവശ്യം നല്ല ഭംഗിയാണ്ട് ഇത് കാണാനായിട്ട്. ചില സ്ഥലങ്ങളിൽ ടൈഗർ എന്ന് പറയും, പിന്നെ ഫ്ലവർ എന്നൊക്കെ പറയൂട്ടെ. സാധനത്തിനെ കൊറണത്തിനെ പൊരിച്ച് നമ്മുടെ ഹോട്ടലിലൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ട വരുമല്ലേ. സൈസ് അനുസരിച്ചായിരിക്കും തോന്നുന്നു ഇതിൻ്റെ റേറ്റ് എല്ലാം തന്നെ. അങ്ങനെ മീനതെ നമ്മൾ തിരിഞ്ഞിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആയിക്കൊണ്ടിരിക്കേണ്ട. ഇന്നുച്ചക്ക് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ആവാനായിട്ടാണ് സാധ്യത. അതും ഈ ടൈഗർ അല്ലെങ്കിൽ ഫ്ലവർ എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ എന്താണ് വിളിക്കുന്നത്? ടൈഗർ പ്രോൺസ് എന്നാണ് അല്ലെങ്കിൽ ഫ്ലവർ പ്രോൺസ് എന്നാണ്. അപ്പോൾ അത് വെച്ചൊരു പിടുത്തം പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ആ കറക്റ്റ് അല്ലേ? അതെ, ചെമ്മീനെ നേരെ പുഴുങ്ങാനായിട്ട് വെക്കേണ്ട നമ്മൾ. ഇത് കണ്ട നമ്മുടെ വലയിനകത്ത് കുറച്ച് മുമ്പേ കിട്ടിയ സാധനം ഉണ്ട്. തിരിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് എഞ്ചിൻ ഓഫ് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് പങ്കക്ക് ചെറിയൊരു കുടച്ചിലുണ്ട്. കാരണം നമുക്ക് ബോട്ടിലേക്ക് നേരത്തെ അറിയാൻ പറ്റും. അങ്ങനെ വെള്ളത്തിലേക്ക് നേരെ റോപ്പിട്ട് ചാടിയിട്ടാ. കടലിൽ വെച്ച് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവായതിൻ്റെ പേരിൽ നമുക്ക് കാണാൻ പറ്റും. പണ്ടൊക്കെ നമുക്ക് പുല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ മോശം കിട്ടുന്നില്ല. പ്രായമായി
കുഞ്ഞച്ചേട്ടൻ പറഞ്ഞത് ശരിയാണ്, പണ്ടൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രായത്തിൻ്റെ വലിയ ശ്വാസം കിട്ടൂല. അപ്പോൾ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൊരു ബായിനെയും കൂടെ ഇറക്കിയിരുന്നിട്ട് അങ്ങനെ അവൻ പോയിട്ട് റോപ്പ് പങ്കേമ ചുറ്റിന്ന് എടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിൻ്റെ ഡീസലത്ത് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് ബോട്ടിലിരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനത്തെ സാധനങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പങ്കൊക്കെ ചെറിയൊരു കുടച്ചിലുണ്ടാവും. അങ്ങ് ദൂരെ ഒരു ഷിപ്പ് കിടക്കണുണ്ട്. ഇതിനെ സിംഗിൾ പോയിന്റ് മൂറിങ് എന്നാണ്ട് പറയണ. ഒരു ചേട്ടൻ എനിക്ക് പണ്ട് പറഞ്ഞിരുന്നതാണ് ഇതുപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ. ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് എനിക്കറിയില്ല. നമ്മുടെ മച്ചാമാരെങ്കിലും കമൻറ്റിൽ നമുക്കത് വിവരിച്ചു. ഒറ്റയടിക്ക് പങ്കയിലെ സംഭവങ്ങൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇടക്കിടക്ക് മുങ്ങി ഇതാന്നും പൊന്തിയൊക്കെ വന്നാണ് നമ്മൾ ശ്വാസം കൊടുത്താണ് ഇത് ചെയ്യണേട്ടാ. ചെമ്മീൻ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ലിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കിള്ളിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീനുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഓരോ ചെമ്മീനും അത്യാവശ്യം എൻ്റെ ആ ഒരു കൈയുടെ കൈപ്പത്തിടത്ര ഉണ്ട്. ഇതിപ്പോൾ ചൂടായി കഴിഞ്ഞപ്പോൾ ഇവന്മാർ വളഞ്ഞു പോയാണ്ട. പങ്കമ്മേലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു 10:30 ആയപ്പോഴേക്കും ഞങ്ങളിത് അടുത്ത വല കടലിലേക്ക് ഇട്ടിട്ടാ. അളിയന്ത ഇവിടെ ചെമ്മീൻ റെഡിയാക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട. ആദ്യം തന്നെ ചെമ്മീൻ്റെ തോടെല്ലാം മുളിച്ച് അതിൻ്റെ മീറ്റ് മാത്രം എന്താ നമ്മളൊരു വെള്ളത്തിലേക്ക് എടുത്തിടേണ്ട. അതിനുശേഷം ചെമ്മീൻ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്ത് വേറൊന്നുമില്ല, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് ആ ഒരു മീറ്റ് മാത്രം ഷെല്ലിൽ നിന്നൊക്കെ മാറ്റിയിട്ട്. ഇന്നിപ്പോൾ മഴക്കാരൊന്നുമില്ല, നല്ല ചൂടായിട്ട്. അപ്പോൾ വീൽ ഹൗസിൻ്റെ സൈഡിൽ വെയിലടിക്കാത്ത രീതിയിൽ ഞങ്ങൾ ഇരുന്നിട്ട് സവാള എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. ഉച്ചക്കാണ് കഴിക്കേണ്ടതെന്നെങ്കിലും നേരത്തെ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യോട്ടെ. ചെമ്മീൻ പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. കറി അപ്പോൾ ഉല്ലാസേട്ടൻ വെക്കാമെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വല പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി വല പിടിച്ച് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ നമ്മുടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ പരിപാടിയിലേക്ക് കിടക്കണേ കേട്ടോ. വെയിൽ രക്ഷയില്ലാത്ത രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തൊപ്പിയെല്ലാം വെച്ചാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല ഇനിയിപ്പോൾ ഈ കയറി വന്ന വലയിൽ എന്തൊക്കെ മീനാണുള്ളതെന്ന് നമുക്കറിയില്ല. വല പിടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുറേ നേരമായിട്ട് നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് വന്ന് ഒരു അതിഥി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വല വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടയിലേ ഒരു വെടുക്കൂസ് നമ്മുടെ വലയുടെ ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചുതരാം. കടലിനെ പറ്റി അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കരഭാഗത്തേക്ക് ഇത് മറിയണതാണ് നേരത്തെ ഡോൾഫിൻ എന്ന് പറയട്ടോ. പക്ഷേ കടലുമായി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇത് ഡോൾഫിൻ അല്ല. ഇതിന് ഇംഗ്ലീഷിൽ ഇൻഡോ പസഫിക് ഹംപാക്ക് ഡോൾഫിൻ എന്ന് പറയും. അതായത് ഒരു കൂഞ്ഞൻ ഡോൾഫിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചില സ്ഥലങ്ങളിൽ ഇതിനെ AD എന്നും പറയാറുണ്ട്. ഡോൾഫിൻ അല്ല, ഡോൾഫിൻ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ഈ കാണുന്നത്. ഇതിന് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ബീച്ച് സൈഡിലും അതുപോലെ നമ്മുടെ ഈ അഴിമുഖത്തില്ല, അതായത് കടലും പുഴയൊക്കെ ഒന്നിക്കണ ആ സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ശരിക്കും ഡോൾഫിൻ അല്ലട്ട്, ഇത് ഇൻഡോ പസഫിക് ഹംപാക്ക് ഡോൾഫിൻ എന്ന് പറയും. നോക്കിയാൽ കണ്ട ഉപദ്രവകാരിയുണ്ട. കാരണം ഈ വലയൊക്കെ കടിച്ച് കീറി നശിപ്പിച്ചുള്ളവട്ട് ഇവന്മാർ. അതുമാത്രമല്ല മെയിനായിട്ട് ഈ ചെറുമീനുകളെ കടിക്കാനായിട്ടാണ് ഈ വന്നത്. ഇത് വലയിലൊക്കെ കുടുങ്ങി അങ്ങനെ ഇങ്ങനെയൊന്നും വരലില്ല കേട്ടോ. അഥവാ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് വിട്ടേക്കാണ് ചെയ്യണം. കാരണം ഇതിനെ പിടിക്കാനോ കഴിക്കാനൊന്നും പാടില്ല. വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ഇത് പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ്. അങ്ങനെ പുള്ളിക്കാരൻ്റെ അടിയിലേക്ക് പോയി നമ്മുടെ വലയുടെ കോടൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്ന. സീഡിയും അതുപോലെ മുള്ളനും അയില, വറ്റ, പിന്നെ കിളിമീൻ, കുറച്ച് സ്ക്വിഡ്, അങ്ങനെ വെറൈറ്റി മാറി മാറിയൊക്കെ കയറിയിട്ടുണ്ട്. കുറച്ച് കാരിയും കയറിയിട്ടുണ്ട്. കാരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തിരിയണ സമയത്ത് നമ്മുടെ കയ്യിൽ അതിൻ്റെ മുള്ള് കൊണ്ട് കഴിഞ്ഞാലേ നല്ല കട്ടപ്പാരിക്കുള്ളൂ. അപ്പോൾ നോക്കി വേണം തിരിയാനായിട്ട്. അങ്ങനെ മീനെല്ലാം തിരിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അടുക്കളയിലേക്ക് കയറി കുക്കിംഗ് പരിപാടിയിലേക്ക് കിടന്നിട്ട് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ പോയാണ്. എണ്ണ ഒഴിച്ച് കടുകിട്ട് പടപടയെന്നും പറഞ്ഞ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഫിഷിങ്ങിൻ്റെ ഒപ്പം തന്നെ കുക്കിംഗ് വീഡിയോയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിലെ ഫുഡ് കഴിയൊക്കെ കാണുമ്പോൾ അവരും അതൊക്കെ കണ്ടിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പേഴ്സണലി പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പേജിനകത്ത് കുക്കിങ്ങും ഉൾപ്പെടുത്തുന്നത്. പലർക്കും പല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ചിലവർക്ക് ഫിഷിംഗ് ആയിരിക്കുള്ളൂ, ചിലവർക്ക് കുക്കിംഗ് ആയിരിക്കുള്ളൂ. കുക്കിംഗ് കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. ബാഡായിട്ടുള്ള രീതിയിൽ പറയാനല്ല കേട്ടോ, ആ ഒരു സെൻസിൽ എടുക്കരുത്. അങ്ങനെ പലരും ഞാൻ കമൻറ്റ് കണ്ടായിരുന്നേ കുക്കിംഗ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞാണ് നമ്മുടെ പൊടിക്കൂട്ടുകളെല്ലാം ഇട്ടിടുന്നുണ്ട്. മഞ്ഞപ്പൊടി, അതുപോലെ മുളക് പൊടി, പിന്നെ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പുഴുങ്ങി വെച്ചിരുന്ന ചെമ്മീൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബോട്ടിനകത്ത് ചെമ്മീൻ്റെ തല അങ്ങോട്ട് എടുക്കാറില്ല. ചെമ്മീൻ്റെ തല കളയും. ചെമ്മീൻ്റെ തലയിൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു നീര് കുടിച്ചിട്ട് ഇങ്ങനെ തല തുപ്പിക്കളയും കൂടെ. ചെമ്മീൻ പുഴുങ്ങിയ വെള്ളത്തിനകത്തെ കുറച്ച് വെളിച്ചെണ്ണയും മുളക് പൊടി ഇട്ടിട്ട് ചോറിൻ്റെ ഒപ്പം ഒന്ന് കഴിച്ചു പോകണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെമ്മീനെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മറിച്ച് ആ ഒരു മസാലയൊക്കെ അതിലേക്ക് പിടിപ്പിച്ചുകൊണ്ടിരിക്കേണ്ട. അവസാനം നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട്
അത്യാവശ്യം കൂടുതൽ ചെമ്മീനുണ്ട് കേട്ടോ. എങ്ങനെ പോയി കഴിഞ്ഞാലും നല്ല രീതിയിൽ കഴിക്കാനുള്ള ചെമ്മീൻ നമ്മൾ എടുത്തിട്ടുണ്ട്. മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭക്ഷണം എടുക്കുന്ന സമയമായപ്പോഴേക്കും നമ്മുടെ കുട്ടാപ്പി ഇവിടെ ഒരു പെനൻ കോറൽ ഫിഷിന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെനൻ കോറൽ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പവിട മത്സ്യം, അക്വേറിയത്തിലൊക്കെ വന്ന ടൈപ്പുള്ള ഒരു ഫിഷാണ് ഇത്. അപ്പോൾ ഇതിനെ കിട്ടിയിരുന്ന് നമ്മുടെ ഈ കഴിഞ്ഞ വലയിൽ കിട്ടിയാണ്. അപ്പോൾ അവനെടുത്ത് വെച്ചിരുന്നാണ് സ്റ്റോറിലേക്ക് ഇറങ്ങുന്ന സമയത്തിട്ട്. കണ്ട നല്ല ക്യൂട്ടാണ്. ചത്തായില്ലെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് തിരിച്ച് കടലിലേക്ക് തന്നെ കളഞ്ഞേക്കാട്ടാ. പൊക്കട മോനേറ്റാ. ബോട്ട് അടുത്ത സ്ഥലത്തേക്ക് വലിയിടാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ബോട്ടിൻ്റെ ഏറ്റവും ബാക്കിലാണ് ഞാൻ വന്നിരിക്കുന്നത്, അമരത്താണ്ട് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇപ്പം ഞാൻ വീണ് കഴിഞ്ഞാൽ എന്നെ തള്ളിക്കളയുള്ളൂ. കാരണം ബോട്ട് ഫോർവേഡ് ഗിയർ ഇട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതേസമയം മുൻവശത്തു നിന്നാണ് ഞാൻ വീണെന്നുണ്ടെങ്കിൽ എന്നെ വലിച്ചെടുത്തിട്ട് നേരെ ഇതിൽ കൂടെ ജ്യൂസാക്കി വിടോട്ടെ. റിവേഴ്സ് ഇടാൻ നേരത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മളെ വലിച്ചെടുക്കും. കാരണം റിവേഴ്സ് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കുള്ളൂ കറങ്ങുന്നത്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്തെത്തി ഞങ്ങൾ നേരെ അടുത്ത വല കടലിലേക്ക് തട്ടിയേട്ടാ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചോറ് വിളമ്പാന്നാണ് പറഞ്ഞേക്കണത്. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർ ടി വിയിലും മൊബൈൽ ഫോണിലൊക്കെ ആയിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത്. ചിലവർ ഭക്ഷണം കഴിക്കുമ്പോൾ കാണുന്നവരുണ്ടാവും. എന്തായാലും നിങ്ങളെ കൊതിപ്പിച്ചതിന് ഒരുപാട് ക്ഷമ ഞാൻ ചോദിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മോര് കറിയും അതുപോലെ നല്ല ചെമ്മീൻ റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിഞ്ഞയിലും കൂടുതൽ കറിയാണ്ട. ആദ്യം തന്നെ സ്രാങ്കിന് കൊടുത്തിട്ട് സ്രാങ്ക് വീലോസിൻ്റെ ഉള്ളായിരിക്കുള്ളൂ. പുള്ളിക്കാരൻ ഇറങ്ങി വരാൻ പറ്റില്ല. കാരണം ബോട്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ബോട്ടിലും അതുപോലെ തന്നെയുണ്ട്. അതിനുശേഷം നമ്മുടെ ചേട്ടന്മാർക്ക് എല്ലാവർക്കും വെള്ളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ നല്ല ചൊകചൊകാന്നിരിക്കണ ചെമ്മീൻ റോസ്റ്റും നല്ല ചൂട് ചോറും അതുപോലെ നല്ല മോര് കറി. ഞാൻ പറഞ്ഞില്ലേ, കടലിൽ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും നല്ല വിശപ്പായിരിക്കുള്ളൂ. ഇനി ഫുൾ ടൈം നമ്മുടെ വയറിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണതിൻ്റെ പേരിലാണെന്ന് അറിയില്ല. കരയിലിരുന്ന് നമുക്ക് വിശപ്പില്ലെങ്കിൽ കടലിൽ വരുമ്പോൾ നല്ല വിശപ്പായിരിക്കുള്ളൂ. അങ്ങനെ ഒരു പ്ലേറ്റൊക്കെ എടുത്ത് ബോട്ടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും തണലൊക്കെ പറ്റിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനും കുന്നച്ചൻ ചേട്ടനും അതുപോലെ ഉല്ലാസേട്ടൻ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കേണ്ട. അങ്ങനെ നല്ല അടിപൊളി ചെമ്മീൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. നോക്കി, ആഹാ, അടിപൊളി ടേസ്റ്റ്, കൊള്ളാം, സൂപ്പർ സാധനം. മൂന്നാമത്തെ വലതേക്ക് കയറി വരേണ്ട സമയം ഏകദേശം ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. മൂന്നാമത്തെ വല എടുക്കുകയാണ്. ഇനി ഒരു വലയും കൂടി ഇടോൾട്ട. അതാണ് നമ്മുടെ ലാസ്റ്റ് വല. അപ്പോൾ ഒരു ദിവസം 4 വലയിടും. ഇതിൻ്റെ ഡീസലിൻ്റെ കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാട്ടെ. അതേ നമ്മുടെ കോടൻ്റെ പൊട്ടിച്ച് ചരക്ക് വീണേണ്ടി കാണാം. കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഉണ്ടല്ലേ. പക്ഷേ ചൂടയും ഉണ്ട്, ഇതിനകത്ത് കൊഴുവയും ഉണ്ട്. രണ്ടും വേറെ മീനുമാണ്. ഒരേ കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും ടേസ്റ്റും വേറെയാണ്. അപ്പോൾ രണ്ടിനെയും നമ്മൾ മാറ്റി വേറെ ബോക്സിലേക്ക് ആക്കണം. പിന്നെ അത് അറക്ക കിട്ടിയിട്ടുണ്ട്. ഇതിനെ വരിമീൻ എന്ന് ചില സ്ഥലങ്ങളിൽ പറയൂട്ടെ. അങ്ങനെ കിട്ടിയ മീനുകളെല്ലാം ഓരോരോ ബോക്സിലേക്ക് ഞങ്ങൾ ആക്കിക്കൊണ്ടിരിക്കണം. ഇനി തിരിയെന്ന് പറഞ്ഞാൽ ചടങ്ങ് വരും. ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം മത്സ്യങ്ങളുണ്ടാവും. നേരം വലിച്ചിട്ട് നമുക്ക് കിട്ടിയ ചരക്കാണ്ട്. കടലിലൊക്കെ എപ്പോഴും നമുക്ക് വലിയ മീൻ ഉണ്ടാവണമെന്നില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെ വരും, ചില സമയങ്ങളിൽ നല്ല രീതിയിലുള്ള മീനും കിട്ടും. ലാസ്റ്റ് വലിയിടാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തിരിഞ്ഞ് ഒന്ന് സ്റ്റോർ റൂമിലേക്ക് ഇറക്കി വെച്ചിട്ട് വരാട്ടോ. വെയിലെല്ലാം മാറിക്കഴിഞ്ഞത് ഈ ബോട്ടിൻ്റെ അണിയത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാനായിട്ടുണ്ടല്ലോ. എന്തൊരു മനസ്സമാധാനമാണെന്ന് അറിയും. നല്ല കാറ്റാണ്. കടലിൽ ചൂടുണ്ടാന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് കടലിൽ ചില സമയങ്ങളിൽ നല്ല ചൂടാണ്. കരേനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് അതിലും ചൂടാണ്. അപ്പൊ വൈകുന്നേരം സമയമാകുമ്പോ ഇതുപോലെ മഴക്കാരൊക്കെ വരുമ്പോണ്ടല്ലോ, ഇതുപോലത്തെ ഒരു വൈബായിരിക്കും ഉണ്ടാകും. ഇവിടെ ഈ അണിയത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കാനായിട്ടുണ്ടല്ലോ, അതൊരു വേറെ മൂടാണ്. നോക്കി അന്തരീക്ഷം, നോക്കി സമാധാനപരമായ അന്തരീക്ഷം. ഇവിടെ ഇരുന്ന് കുറച്ച് നേരം അങ്ങോട്ട് മയങ്ങിപ്പോയിട്ട് അടുത്തൊരു കാഴ്ചകൾ അടുത്തൊരു എപ്പിസോഡായിട്ട് നമുക്ക് ഉണ്ടായാലോ. ഓക്കെ, ടാറ്റാ.